ഹലോ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് ചെയ്ത് നോക്കിയാലോ. ചോക്കോടെയും അതുപോലെ തന്നെ കോഫിയുടെയൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ് ഇത്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനും കഴിക്കാനും തോന്നിട്ടാ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് അത്. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് 2 മുട്ടയാട്ടാ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ അളവിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഇത് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായി ബീറ്റ് ചെയ്ത് പതിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഇനി ബട്ടറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ഇതിലേക്ക് ഇനി കുറച്ച് വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ബ്രൂവിൻ്റെ ചെറിയ 2 പാക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്ററില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടു. അതിന് വേണ്ടിയിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൊക്കോ പൗഡറും കോഫി പൗഡറും മിക്സ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായി ഭംഗിക്കും അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എയർ ഫ്രയറിലായിട്ടാണ് വെക്കുന്നത്. അങ്ങനത്തെ സമയമൊക്കെ ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ദേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല കോഫിയുടെ മണാട്ടോ വരുന്നത്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്കൂളൊക്കെ വിട്ടിട്ട് മക്കൾ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാട്ടത്. ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ കോഫിയുടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടതിന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.